പയ്യെ പയ്യെ ഈ അബദ്ധമൊന്നും കാണിക്കല്ലേ. അല്ല, തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഈ മറ്റുള്ളവരുടെ വീട്ടിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് സേഫ് ആയിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്ന അങ്ങനെ കള്ളല്ലടാ നീ. മേ ബി ഐ തിങ്ക് സോ. ചെറിയ രീതിയിൽ. അയ്യോ, കുട്ടി എന്തിനുള്ള പുറപ്പാടായത്? പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ. മോളെ, പോലീസിനെ എനിക്ക് അവരെ ഇഷ്ടമല്ല, അവരെ വിളിക്കണ്ട. നോക്കൂ ദേ, 2 മിനിറ്റ് മുമ്പ് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ കഴിക്കോലില് മോള് വാഴക്കൊലാണോ പോലെ ഇങ്ങനെ കിടന്ന് ആടിയനെ. അപ്പൊ ഞാനല്ലേ പോലീസിനെ വിളിക്കണ്ടെന്നാണ്. എന്നെ നിറക്കോ താഴെ? എങ്ങനെയാ കേറി അതുപോലെ അങ്ങോട്ട് ഇറങ്ങിയാ മതി. കേറിയ പോലെ ഇറങ്ങാൻ എനിക്ക് പറ്റുന്നില്ല. ഒന്ന് ഇറക്കോ? ഇല്ല. ടെൻഷൻ ഉണ്ടോ കുട്ടിക്ക്? എനിക്കെന്തിനാ ടെൻഷൻ? ശരിയാണല്ലോ, കുട്ടിക്ക് എന്തിനാ ടെൻഷൻ? നല്ല കമ്മലാകുമോ ഇത്? മുത്തും പവിലോ അതോ പുഷ്യരാകും? നീ പോടാ. ഇംഗ്ലീഷ് കുട്ടി ട്രൗസറോട്ട് ഇറങ്ങിയേക്കാം. സ്മരണ വേണം കുട്ടി, സ്മരണ. ആത്മഹത്യയുടെ വക്കിൽ നിന്നാണ് ഞാൻ രക്ഷിച്ചത്. സംഭവം ഞാൻ കള്ളനായിരിക്കാം, അത് വിധിയുടെ വിളയാട്ടം. എന്ത് ചെയ്യാനാ? പിന്നെ ഇപ്പൊ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് മുന്നോട്ട് പോകും. ഇപ്പൊ ഞാനാണോ പ്രശ്നം? അല്ലല്ലോ. എനിക്ക് വേണമെങ്കിൽ നീ നോക്കൂ, എനിക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഓടിപ്പോകാം. പക്ഷെ അതുകൊണ്ട് തന്റെ പ്രശ്നം തീരും. നീ നോക്കൂ, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പറ, ശരിക്കും തന്റെ പ്രശ്നം എന്താ? പ്രണയ നൈരാശ്യം എങ്ങനെ മനസ്സിലായി? പൂട്ടിരിക്കുന്നത് കണ്ടായിരുന്നൂടെ? താക്കോൽ എവിടെയാണോ? ഇഷ്ടായില്ല? വേറെ പറയട്ടെ. കാള കിടക്കും കയറോട്. ആലോചിക്കാൻ സമയമൊന്നുമില്ല, വേഗം പറ. ഒരു ക്ലൂ തരോ? ക്ലൂ ഒന്നും തരാൻ പറ്റില്ല, പണ്ടില്ല പതിരില്ല. ഒരു ക്ലൂയിക്കാൻ വന്നിട്ട് ഇതാ നോക്കും. ഞാനുണ്ടല്ലോ, നിനക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുത്തു തരാം. ഞാൻ ഈ കൈകൊണ്ട് എത്ര പേരെ കൊന്നിട്ടുണ്ടെന്നറിയും. ശരിക്കും വേറെ കാര്യം പറയട്ടെ. വിസ്മിത്ത് വൈകി എനിക്ക് അടുക്കളയിൽ വെള്ളം ഇരിക്കുന്നുള്ളൂ. രാവിലെ തൊട്ട് പറക്കിനിറങ്ങിയതാണ്. രാവിലെ തൊട്ട് ഇവിടെ അല്ല, രാവിലെ ജ്വല്ലറിലായിരുന്നു. എന്നിട്ട് എന്താ, ജ്വല്ലറിലെ കൗണ്ടറില് മുന്തിരി ജ്യൂസ് ഇരിക്കണ്ടായിരുന്നു, ഒരു ചോന്ന കളറില്. അത് ഗ്ലാസ്സിൽ വെച്ച് ഞാൻ കുടിച്ചു. എങ്ങനെ ഇഷ്ടാവും? സാനിറ്റൈസർ തന്നെ കുടിച്ചത്. മോൾക്ക് സാനിറ്റൈസർ ഇഷ്ടാവും? പിന്നെ എന്നാ ചോദിക്കി. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വയറ് കഴുകി. ഇപ്പൊ മൊത്തം ഗ്യാസ് അതില്. അതെ, നമുക്ക് അടുക്കളയിൽ പോയിട്ട് ചൂടോടുകൂടി എന്തെങ്കിലും കഴിക്കാം. ഈ ഗ്രീൻ പീസും ഇടിയപ്പം ഉണ്ടാക്കും. അറിയില്ല, എന്തെങ്കിലും ഉണ്ടോ നാട്ടിൽ? മൈനൈസോ? വാ പോയി നോക്കാം. ഇവിടെ ഈ ഒരു സാധനം മാത്രമേ ഇരിക്കുന്നുള്ളൂ. കൊടുക്കട്ടെ? ഞാൻ ഭയങ്കര കുക്കാണോ? കുക്കെന്ന് പറഞ്ഞാൽ അതിഭീകരമായ കുക്കാണ്. എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം? മെയിൻ. പിന്നെ എന്താ, മുട്ട ഓംപ്ലേറ്റ്, മുട്ട കുത്തിക്കരിക്കും, ഉള്ളി പൊരിക്കും, പിന്നെ ചൂടുവെള്ളം, അങ്ങനത്തെ കുറെ ഡിഷസ്. ഭയങ്കരം തന്നെ. അതിനോ? എന്നിട്ട് ചേട്ടൻ പറ, എന്തിനാ എല്ലാരെയും കൊല്ലുന്നേ? ഗുഡ് ക്വസ്റ്റ്യൻ. 2 വർഷം മുമ്പ് വരെ ഞാൻ കൊല ചെയ്തിരുന്ന സമയം ഞാനൊരു സൈക്കോപാത്തായിരുന്നു. വീടുകളിൽ പോകും, അവിടെയുള്ളവരെ തട്ടും, എന്നിട്ട് ആ കുറ്റം ഏതെങ്കിലും ഒരു മണ്ടൻ്റെ തലയിൽ കെട്ടിവെക്കും, ഞാൻ രക്ഷപ്പെടും. അതായിരുന്നു എൻ്റെ ഹോബി. വെരി 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 ക്ലീൻ മർഡർ. പേടിച്ചോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കാൻ പറ്റുന്നില്ല? അപ്പൊ ഇനി പറയാൻ പോകുന്നത് കേട്ടാ തീരെ വിശ്വസിക്കത്തില്ല. എന്താ? ശരിക്കും പറഞ്ഞ ഞാൻ ഈ വീട്ടിൽ വന്ന് ഇവിടെയുള്ള ആൾക്കാരെ കൊന്ന് ആഭരണങ്ങൾ കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അറിയോ? അമ്മേ.
എല്ലാം വിശ്വസിച്ച്. എന്താ തണ്ണിമത്തന് നല്ല ചോരര കളർ, അതുകൊണ്ട് എനിക്ക് ടെൻഡൻസി കൂടുന്നു. മര്യാദക്ക് പറഞ്ഞോ. ഗോദ്രേജിന്റെ ഗോൾഡിന്റെ അലമാര എവിടെ ഇരിക്കണേന്ന് മര്യാദക്ക് പറഞ്ഞോ. പറയടി. ചേട്ടാ എന്തൊന്നും ചെയ്യല്ലേ. ഒന്നിട്ട് 10 വരെ ഞാൻ എണ്ണും. വേഗം പറഞ്ഞോ. എന്താ അത്? എന്താന്ന് അറിയണോ? അലമാര കാണിക്ക്. അതെ. ഗാന്ധം കണ്ണഴകി. നോക്കൂ, ആ കട്ടിന്റെ അടിയിൽ 3-4 കാലുകള്. നിന്റെ മുടി എന്താ ഇങ്ങനെ? തണ്ണിമത്തൻ ചെങ്ങനെയാകും. എന്നിട്ടത് വെപ്പം. അല്ല, നീ പറഞ്ഞ കഥയൊക്കെ എന്താ കഥയാ? ഇങ്ങനെ ഓരോ വീട്ടിൽ പോവാ, അവിടുത്തെ ആൾക്കാരെ തട്ടുക, അവരുടെ പൈസ കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഇവിടെ 2 കാച്ചി നിക്കണേ ഉള്ളൂ. അപ്പോഴാണ് നിന്റെ ആ ശബ്ദം കേട്ടെ. നീ ഓർത്തില്ലേ ഈ കുരുക്ക് ഞാൻ എനിക്കാക്കിയതാണ്? ഇത് ശരിക്കും നിന്നെ കുരുക്കാനുള്ള കുരുക്ക. എനിക്ക് മനസ്സിലായി.